ഈ ഒരു വീഡിയോ തീരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. കാരണം ഇതിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റിൻ്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോ ആയിരിക്കും ഇത്. ഉം, ഭക്തി മൂവ്മെൻറ്റും സൂഫി മൂവ്മെൻറ്റിനും ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൽ ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 7ാമത്തെയും 8ാമത്തെയും സെഞ്ചുറി തൊട്ടിട്ട് 1500 AD വരെയൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത് മൊത്തത്തിൽ നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം 500-ന് മുകളിൽ വർഷമുണ്ട്. ഇതെല്ലാം പഠിക്കാൻ നമുക്ക് സമയം ഉണ്ടാകത്തില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു നോക്കുക. ഉം. ഭക്തി കൾട്ട് ഭക്തി കൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം പ്രാപിക്കുന്നതിന് 3 മെത്തേഡ്സ് എങ്ങാണ്ടാണ് നമ്മുടെ പഴയ കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊന്ന് എൻലൈറ്റ്മെന്റ് പ്രാപിക്കണം, രണ്ടാമത്തെ വരുന്നത് കർമ്മമാർഗം, മൂന്നാമത്തെ വരുന്നതാണ് ഭക്തിമാർഗം. ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള വേ ഭക്തിമാർഗമായിരുന്നു എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. അപ്പോൾ ഭക്തികളുടെ എടുത്ത് കഴിഞ്ഞാൽ ഐഡിയൽ വർഷിപ്പിൽ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ വിശ്വസിക്കാത്ത ആൾക്കാർ കുറച്ചുണ്ട്. ഇതിൽ ഐഡിയൽ വർഷിപ്പിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ നമ്മൾ സഗുണാസ് എന്ന് പറയും. സഗുണാസ്. മറ്റേല് നിഗുണാസ് എന്ന് പറയും. ഈ സഗുണാസിനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. സഗുണാസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അതുപോലെ തന്നെ വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ. ഓക്കെ. അപ്പോൾ ശിവനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പോയറ്റ് സെയിന്റുകളായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇതില് ശിവനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അറിയപ്പെട്ടിരുന്ന പേരാണ് നായനാഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഏകദേശം 63ഓളം വരുന്ന നായനാഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ആൽവാഴ്സ് എന്ന് പറയുന്നത് വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 12ഓളം വരുന്ന നായനാഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഉം. ഇനി ഇത് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശങ്കരാചാര്യർ, ഈ പറയുന്ന ഹിന്ദു ഹിന്ദുയിസം അതുപോലെ തന്നെ ഭക്തി മൂവ്മെന്റ് തുടക്കം കുറിക്കുന്ന ശങ്കരാചാര്യനാണെന്ന് പറയാം. ഇദ്ദേഹം ഏകദേശം AD 788 കേരളത്തിലാണ് ജനിക്കുന്നത്, കാലടിയിലാണ് ജനിക്കുന്നത്. ഇദ്ദേഹം ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്തിട്ട് ഈ പറയുന്ന ഹിന്ദുയിസം പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് കാരണക്കാരനായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് അദ്വൈത വേദാന്തം എന്നായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അദ്വൈത വേദാന്തം എന്നൊരു ഫിലോസഫി ആയിരുന്നു അദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. പിന്നെ മെയിനായിട്ടും സൗത്ത് ഇന്ത്യയിലാണ് ഇത് ഉരുത്തിരിഞ്ഞു വന്നത്. ഇത് നോർത്ത് ഇന്ത്യയിലോട്ട് വ്യാപിപ്പിക്കാൻ കാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാമാനുജ അല്ലെങ്കിൽ രാമാനുചാര്യ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ഡിസിപ്പിളായിട്ട് വരുന്നതാണ് രാമാനന്ദൻ. രാമാനന്ദൻ സത്യം പറഞ്ഞ ഒരു രാമഭക്തനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെയും ശിഷ്യൻ അനുയായിയായിട്ട് വരുന്നതാണ്, ഫോളോവറായിട്ട് വരുന്നതാണ് കബീർ എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ദെൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി ക്വസ്റ്റ്യനിലോട്ട് പതുക്കെ കയറാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജ്ഞാനേശ്വർ വാസ് 13th century Marathi saint who wrote ജ്ഞാനേശ്വരി വിച്ച് ഈസ് എ കമന്ററി ഓൺ ഡാഷ്. CHS 2015 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ ആയിട്ട് വേറെ ഭഗവത്ഗീതയാണ്. അപ്പോൾ ഈ ആരാണ് ജ്ഞാനേശ്വർ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിരുന്നു ഈ പറയുന്ന ഭക്തി മൂവ്മെന്റ് നോർത്ത് ഇന്ത്യയിൽ വ്യാപിപ്പിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഓരോരോ ലീഡേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സെയിന്റുകൾ ഉണ്ടായിരുന്നു ഇത് പ്രൊമോട്ട് ചെയ്യാൻ കാരണക്കാരായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കർണാടക റീജിയൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബസവണ്ണേനെ കാണാൻ പറ്റും. ഇനി കുറച്ചുകൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞ് മഹാരാഷ്ട്ര റീജിയൻ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ജ്ഞാനേശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജ്ഞാനേശ്വരനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ഭഗവത്ഗീതയുടെ മുകളിലുള്ള കമന്റേഴ്സ് രേഖപ്പെടുത്തിയതാണ് ഈ പറയുന്ന ജ്ഞാനേശ്വരി എന്ന് പറയുന്ന റൈറ്റിംഗ്. ഓക്കെ. ദെൻ നിങ്ങൾ കുറച്ചുകൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് റീജിയനിൽ ഗുരുനാനക്കിനെ കാണാൻ പറ്റും. ഇത് സത്യം പറഞ്ഞ പല പല കാലഘട്ടങ്ങളാണ് കേട്ടോ. ഞാനിതൊന്ന് ജസ്റ്റ് ബേസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ജമ്മു കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ ലാൽദേവിനെ കാണാൻ പറ്റും. പിന്നീട് ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആസാം റീജിയനിൽ നിങ്ങൾക്ക് ശങ്കരദേവനെ കാണാൻ പറ്റും. ബംഗാൾ റീജിയനിൽ ചൈതന്യ മഹാപ്രഭുവിനെയും കാണാൻ പറ്റും. ഓക്കെ. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഭക്തി മൂവ്മെന്റ് വേർ ലെഡ് ബൈ നയനാസ് ഹു വേർ ഡിവോട്ടീസ് ഓഫ് ഡാഷ്. SSC JE 2017 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാനിത് ഓൾറെഡി പറഞ്ഞു ആരാണ്. ശിവ പോയിറ്റ് സെയിന്റുകളാണ് ഈ പറയുന്ന നായനാഴ്സ് എന്ന രീതിയിൽ അറിയപ്പെട്ടത്. ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഭക്തി മൂവ്മെന്റ് വേർ ലെഡ് ബൈ അൽവാഴ്സ്, ലിറ്ററലി ദോസ് ഹു വേർ ഇമേഴ്സ്ഡ് ഡിവോഷൻ ടു ഡാഷ്. അൽവാഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ ആരാധിച്ചിരുന്ന
ആൾക്കാർ എന്നാണ് ബേസിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അൽവാറുകൾ എന്ന് പറഞ്ഞാൽ ആരാ ആരാധിച്ചിരുന്നതാണ്? വിഷ്ണുവിനെ ആരാധിച്ചിരുന്നതാണ്. ഓക്കെ. ഡാഷ് വാസ് ദ philosopher and theologian from India during 8th century who consolidated doctrine of Advaita Vedanta. ഓൾറെഡി ഞാൻ പറഞ്ഞു ആദി ശങ്കരാചാര്യാണ്. ആദി ശങ്കരാചാര്യാണ്. ദ ലീഡർ ഓഫ് ഭക്തി മൂവ്മെന്റ് ഫോക്കസിംഗ് ഓൺ ലോർഡ് രാമ. SSC CGL 2019. രാമാനന്ദയാണ് രാമാനുജയുടെ ശിഷ്യനായിട്ട് വരുന്നതാണ്, അനുയായിയായിട്ട് വരുന്നതാണ്, ഡിസിപ്പിളായിട്ട് വരുന്ന ആളാണ് ഈ പറയുന്ന രാമാനന്ദ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ അനുയായിട്ട് വരുന്നതാണ് കബീർ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും കബീർ. ഓക്കെ. ഇതൊക്കെയാണ് അതിൽ ബേസിക് ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് ഗോവർദ്ധന മഡ് ലൊക്കേറ്റഡ്? ഓക്കെ. ഗോവർദ്ധന മഡ് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കരാചാര്യ കേരളത്തിൽ ജനിച്ചു. അദ്ദേഹം ഈ പറയുന്ന ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്തിട്ട് പല സ്ഥലങ്ങളിലായിട്ട് മൊണാസ്ട്രീസ്, മഠങ്ങൾ സ്ഥാപിക്കും. അതിൽ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് അദ്ദേഹം ഇന്ത്യയുടെ 4 ഭാഗത്തും 4 ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥാപിക്കും. അതിനെ അമന്യപീഠം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ അമന്യപീഠം 4 സ്ഥലങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ജോഷിമഠ്. ജോഷിമഠ് എന്ന് പറയുന്നത് UK, ഉത്തരാഖണ്ഡ്. ഓക്കെ. ദെൻ ദ്വാരകാമഠ് ഗുജറാത്ത്, ശൃംഗേരി മഠ് കർണാടക, ദെൻ ഗോവർദ്ധന മഠ് ഒറീസ. ഓക്കെ. അപ്പോൾ ഇതിൽ ഗോവർദ്ധന മഠ് എവിടെയാണ് ഉള്ള സ്ഥിതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? പൂരി അല്ലെങ്കിൽ ഒറീസ. Name the Bhakti saint of South India who was initially Jain, was the minister of court of Chalukya king 12th century. ഓക്കെ. SSCGL 2023. ഓക്കെ. ഇങ്ങനെ ആലോചിച്ചാൽ മതി, വേറൊന്നും ആലോചിക്കേണ്ട. ചാലുക്യ എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ കേസിൽ ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരാളുടെ പേര് പറഞ്ഞു തന്നിട്ടുള്ളൂ, ബസവണ്ണ. കർണാടക റീജിയൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ബസവണ്ണ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബസവണ്ണ തന്നെയാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ രാമാനന്ദ വരും, രാമാനുജ വരും, രാമാനുജയുടെ അനുയായിട്ട് രാമാനന്ദ വരും, രാമാനുജയുടെ അനുയായിട്ട് കബീർ വരും. ഈ കബീറിൻ്റെ അനുയായികളായിട്ട് നിങ്ങൾക്ക് പിന്നെ മീരാബായിനെ കാണാൻ പറ്റും, വല്ലഭാചാര്യനെയൊക്കെ കാണാൻ പറ്റും. ഓക്കെ. ഈ ഭജനങ്ങൾ എന്ന് പറയുന്ന സാധനമൊക്കെ മീരാബായിയോട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സാധനമാണ്. പിന്നെ സൂർദാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്രജഭാഷയിലെ രചനകൾ നടത്തിയിരുന്ന വ്യക്തിയാണ്. സുർസാഗർ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രചനയാണ്. പിന്നെ തുളസീദാസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. തുളസീദാസും എന്താ പറയുക, സഗുണ ഭക്തിയിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. രാമനെ ആരാധിച്ചിരുന്ന വ്യക്തിയാണ്. ഗീതാവലി, കവിതാവലി, രാമചരിതമാനസം എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന തുളസീദാസിന്റെ രാമായണം എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതിൽ രാമചരിതമാനസമാണ് തുളസീദാസ് രാമായണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി ബസവണ്ണയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന കർണാടക കേന്ദ്രീകരിച്ചാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ജ്ഞാനേശ്വർ എന്ന് പറയുന്ന വ്യക്തി മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുയായിട്ട് വരുന്നതാണ് രാംദാസ്. രാംദാസ് എന്ന് പറയുന്നത് ശിവജി ഗുരുവായിട്ട് സ്വീകരിച്ച വ്യക്തിയാണ്. പിന്നെ ശങ്കരദേവ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ. ഇതൊക്കെയാണ് ഭക്തി മൂവ്മെന്റിൽ കേസ് മെയിനായിട്ട് നമ്മൾ നോക്കാനുള്ള പോർഷൻസ്. അടുത്ത നമ്മൾ സൂഫി മൂവ്മെന്റിലോട്ട് പോവാണ്. സൂഫി മൂവ്മെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സെയിന്റുകളായിരുന്നു സൂഫീസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മുസ്ലിംസ് സെയിന്റ് റീഫോമേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സൂഫി മൂവ്മെന്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന 8ാമത്തെ സെഞ്ചുറിയുടെ അടുപ്പിച്ചിട്ടാണ്. ഓക്കെ. ഇന്ത്യയിലോട്ട് വ്യാപിക്കുന്നത് 11ാമത്തെയും 12ാമത്തെ സെഞ്ചുറിയുടെ ആ ഒരു കാലഘട്ടങ്ങളിലാണ് വരുന്നത്. പ്രധാനമായിട്ടും 4 ഫ്രറ്റേണിറ്റീസ് അല്ലെങ്കിൽ സെക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ. ഈ സൂഫിസത്തിനുണ്ടായിരുന്നു. അതിനെ പറയുന്ന പേരാണ്, ഈ ഫ്രറ്റേണിറ്റീസിന് പറയുന്ന പേരായിരുന്നു സിൽസിലകൾ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ചിഷ്ടി സിൽസില, ഖ്വാദി സിൽസില, ദെൻ സുഹ്രവാടി, നാഷ്നാവാദി എന്നൊക്കെ പറഞ്ഞ് 4 സിൽസിലകൾ ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ചിഷ്ടി സിൽസിലയാണ്. ചിഷ്ടി സിൽസിലയിലെ
മെയിനായിട്ട് വരുന്ന ഒരു എന്താ പറയുന്ന സെയിൻ്റ് ആയിരുന്നു, സൂഫി സെയിൻ്റ് ആയിരുന്നു ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിഷ്ടി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ടോംബ് ആണ് സത്യം പറഞ്ഞാൽ അജ്മർ ഷെറീഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. അജ്മർ ഷെറീഫ്, അജ്മർ ഷെറീഫ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം, അത് അജ്മറിലാണെന്ന് ഓർക്കണം, അജ്മറിലാണ് എന്ന് ഓർക്കണം. അജ്മർ ഷെറീഫ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്ടിയുടെ ടോംബാണ്. SSC MTS 2023 ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഈ മൊയ്നുദ്ദീൻ ചിഷ്ടിൻ്റെ അനുയായിട്ട് വരുന്ന ആളാണ് കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ കേട്ടിട്ടുള്ള പേരാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദർഗ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സൂഫി സെയിന്റുകളുടെ ടോംബിന് പറയുന്ന പേരാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഷെയ്ഖ് ഖ്വാജ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി ഈസ് ലൊക്കേറ്റഡ് ഇൻ. ഇത് SSC MTS 2019 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബേസിക് ആയിട്ട് ആലോചിക്കാം. നമ്മൾ കേട്ടിട്ടുണ്ട് സ്ലേവ് ഡൈനാസ്റ്റിയിലെ കുത്തബ് മിനാർ തുടങ്ങും അല്ലേ. അപ്പോൾ കുത്തബ് മിനാറിന് പേര് കിട്ടാൻ കാരണം ഈ പറയുന്ന സൂഫി സെയിന്റിന്റെ പേരിൽ നിന്നാണ് ആ പറയുന്ന കുത്തബ് മിനാറിന് പേര് കിട്ടുന്നത്, കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി, എവിടെയായിരിക്കും? ഡൽഹിയിൽ തന്നെയായിരിക്കും ഇദ്ദേഹത്തിന്റെ ടോംബ് കാണാനുള്ള ചാൻസ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് മാച്ച് ദർഗ ആൻഡ് ഇറ്റ്സ് റെസ്പെക്റ്റീവ് ലൊക്കേഷൻ? SSC CS 2021 ക്വസ്റ്റ്യൻ ആണ്. ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിഷ്ടിയുടെ ദർഗ വരുന്ന അജ്മറാണ്. ഖ്വാജ കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ വരുന്ന ഡൽഹിയിലാണ്. അത് രണ്ട് ശരിയാണ്. ഇനിയിപ്പോൾ രണ്ട് പേരാണ് അല്ലേ, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ദർഗ, ദെൻ ഹാജി അലി ദർഗ. ഓക്കെ, ഇതാണ് കൂട്ടത്തിൽ തെറ്റായിട്ട് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് കറക്റ്റ് എന്നല്ലേ ചോദിച്ചത്, അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ടോംബ് വരുന്നത് നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു മൊയ്നുദ്ദീൻ ചിഷ്ടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അനിയായിട്ട് കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി വരും. അദ്ദേഹത്തിൻ്റെ അനിയായിട്ട് വരുന്നതാണ് ഈ നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനിയായിട്ട് വരുന്നതാണ് ചിരാഗ് ചിഷ്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെയും അനിയായിട്ട് വരുന്നതാണ് ഷെയ്ഖ് സലീം ചിഷ്ടി. ഇനി ഇതിൽ നിസാമുദ്ദീൻ ഔലിയയുടെ ടോംബ് വരുന്നതാണ് ഈ പറഞ്ഞ ഡൽഹി വരുന്നത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മിഡീവിയൽ സുൽഫി ട്രഡീഷൻ ദി ടേം വാലി മീൻസ്. ഓക്കെ, വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, സെയിന്റുകളെ പറയുന്ന പേരാണ് വാലി എന്ന് പറയുന്നത്. എന്താണ്? സെയിന്റിനെ പറയുന്ന പേരാണ് വാലി. അത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. SSC CPO 2019 ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അതാണ് എനിക്ക് അവിടെ പറയാനുള്ള കേസ്. ദ ടോംബ് ഓഫ് സൂഫി സെയിന്റ് ഈസ് കോൾഡ്. SSC MTS 2019 ക്വസ്റ്റ്യൻ ആണ്. സൂഫി സെയിന്റിന്റെ ടോംബ് അറിയപ്പെടുന്ന ഏതാണ്? ദർഗ എന്ന പേരിലാണ്. ദർഗ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദർഗാസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്ന പിള്ളേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.